the music composer of this movie. And RC, again, one of my favorite rapper. ഭയങ്കര അണ്ടർറേറ്റഡ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇങ്ങനെ എല്ലാ വേദികളിലുമായി പ്രൊമോട്ട് ഹിസ് നെയിം. വെരി അണ്ടർറേറ്റഡ്. പക്ഷേ ഇറ്റ്സ് അമേസിംഗ് ടാലന്റ്. RCയുടെ റാപ്പ് സോങ് ആണ് കേൾക്കുന്നത്. ആസ് യൂഷ്വൽ ഇതൊരു കിടില ഓപ്പർച്യൂണിറ്റിയാണ്. മഹിമയുടെ കൂടെ സ്റ്റേജിൽ ഡാൻസ് പാലാട്ട് ചെറുക്കിന് വീട്ടിൽ ഗോപിക കുട്ടിക്കുണ്ട്. ഇല്ല, ഞാനൊന്നും മറന്നുപോയി. എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര്, എന്റെ ഫ്രണ്ട്സൊക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത്. ഗോപിക അല്ലെങ്കിൽ എന്നെ ഗോപി എന്നൊക്കെ വിളിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഞാനൊരു പേര് മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യുമ്പോഴാണ് എൻ്റെ പേര് മഹിമ എന്ന് മാറ്റുക. അതിനുശേഷം എൻ്റെ കാര്യങ്ങൾ പേര് വെച്ചാൽ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഗോപിക എന്ന് പറയണോ മഹിമ എന്ന് പറയണോ എന്ന് പറയണോ. കാസർഗോഡ് അല്ലേ? ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ. ആർട്ടിസ്റ്റിന്റെ പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി ഹാപ്പി ദാറ്റ് ജയഗണേഷിൻ്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു ലുലു ഫോർ ഹാവിങ് അസ് ഹിയർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. ജയഗണേഷിൻ്റെ ഇപ്പോൾ ടീച്ചറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആർട്ടിസ്റ്റിന് ശേഷം എനിക്ക് റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് സാറാണ്. രഞ്ജിത്ത് ശങ്കർ. വെരി സെൻസിറ്റീവ് ഡയറക്ടർ. ഇതിലൊരു സ്പെഷ്യലി ഏജ്ഡായ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ്. April 11 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇത് ഞാൻ എനിക്ക് എടുത്ത് ഫ്രണ്ടിൽ കൂടെയാ കുട്ടി ഡാൻസസ് ആയില്ല. പിന്നെ ഓടി ഓടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ആർക്കെയോ ഓടി വരുന്നുണ്ട്. ചേട്ടന്മാരൊക്കെ ഏറ്റുവിടണം കേട്ടോ. ഒരുപാട് നാളെ വീണ്ടും നടക്കുമെൻ്റെ ഒരു പരിപാടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. യെസ്, അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ടീസർ ഇങ്ങനെ പയ്യതുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ട്രെയിലറാണ് കാണാനുള്ളത്. ട്രെയിലർ നമുക്ക് കാണുന്നതിന് മുന്നേ കണ്ടിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഓക്കെ. നമുക്ക് ട്രെയിലർ ആണെങ്കിൽ ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. Musicians in this movie. Yes, we have together a wonderful music on the movie. The contest release ആവുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. മേപ്പടിയാൻ്റെ മൂവി പ്രൊമോഷൻസ് വന്നപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട്
പറ്റുമെങ്കിൽ ഏതായിരിക്കും ആഗ്രഹം? അന്ന് ഉണ്ണിമുഖങ്ങൾ എന്ന ആക്ടർ പറഞ്ഞ് വോൾവറേഞ്ച് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്. സോ ഇപ്പോൾ അതുപോലത്തെ ഒരു പടം ഇവിടെ ചെയ്യുകയാണ്, ഒരു ഡിഫറെൻറ്റ് ഒരു ക്യാരക്ടറാണ്. ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും കൂടി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. മഹിമ ജയഗണേശൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേഷ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോൺസ് എന്ന് പറഞ്ഞ രഞ്ജിത് സിംഗ് ഈ പറഞ്ഞ റൈറ്റർ ഡയറക്ടറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് ഏപ്രിൽ 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാകും. നിങ്ങളെല്ലാവരും നാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കും, ഇതിനെ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അത് ലോഡ് ഓഫ് തിങ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട്, പിന്നെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേശൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറായ രഞ്ജിത് ചന്ദ്രനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു. രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസാകുമ്പോൾ നിങ്ങൾ കാണിക്കണം. ഗംഭീര കോൺഫിഡൻസോടുകൂടിയാണ് ഈ ഒരു പടം മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏപ്രിൽ 11 യെസ്, അതായത് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഉണ്ടല്ലോ, ഇന്ന ഗ്രൂപ്പൊന്നുമില്ല, ഫാമിലി ഫ്രണ്ട്സ് ഏത് ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ആൾക്കാർക്കും ധൈര്യ സമയം കുട്ടികളുമൊക്കെ മുതിർന്നവരുമൊക്കെ എല്ലാവർക്കും വന്ന് കാണാം. പിന്നെ ഇത് ജോണർ എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കീപ് ഗസിങ്. നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ചെയ്യും. ട്രെയിലർ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി വരും. ബട്ട് പ്ലീസ് ഡു വാച്ച് തിയേറ്റേഴ്സ്. 100% തോന്നില്ല ഇത് ഞങ്ങൾക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലാണ് ഏപ്രിൽ 11 ശേഷം സിനിമ. അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ വിഷ് ചെയ്യാണ് ഈ സിനിമ ഗംഭീരമാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്.